നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജീവിതത്തിലെ പേടി നല്ലതാണ്. അല്ലെങ്കിൽ ഒരു സിംഹത്തിൻ്റെ മുന്നിൽ പെട്ടാലും നിങ്ങൾക്കത് പൂച്ചയാണെന്ന് തോന്നിപ്പോകും. ഇത് കാർലോ അഞ്ചലോട്ടിയുടെ മറുപടിയാണ്. പേടിയുണ്ടോ? വേൾഡ് കപ്പിന് ഇറങ്ങാൻ പോവുകയാണല്ലോ. അതിനു മുമ്പ് അദ്ദേഹം കോച്ചായിട്ട് വേൾഡ് കപ്പിൽ ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം ക്ലബ് ഫുട്ബോളിലാണ് ഇതുവരെ മാനേജറായിട്ടുള്ളൂ. ദേശീയ ടീമിൻ്റെ മാനേജറായിട്ട് ആദ്യമായിട്ട് വരികയാണ് അഞ്ചലോട്ടി. അങ്ങനെ ആദ്യമായിട്ട് വേൾഡ് കപ്പിന് എത്തുകയാണ്. നേരത്തെ അദ്ദേഹം 1994 ഇറ്റാലിയൻ ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹെഡ് കോച്ചായിട്ട് ആദ്യമായിട്ട് വേൾഡ് കപ്പിന് എത്തുകയാണ്, അതും ബ്രസീലിനെയും നയിച്ചുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, പേടിയുണ്ടോ? അദ്ദേഹത്തിൻ്റെ മറുപടി, പേടി നല്ലതാണേ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹത്തെ കണ്ടാൽ അത് പൂച്ചയാണെന്ന് കരുതി അതിനോട് മല്ലിടാൻ പോവും, അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പേടി നല്ലതാണ് എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം അതോടൊപ്പം തന്നെ ബ്രസീൽ ടീമിൻ്റെ മികവിനെക്കുറിച്ചും ഈ വേൾഡ് കപ്പിൽ അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇന്നലെ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കേണ്ടായി. അതിലൂടെയുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ സംതിങ് സ്പെഷ്യലാണ്. ഒബ്വിയസ്ലി ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു വലിയ ഫുട്ബോളിംഗ് കൺട്രിയെ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വിജയങ്ങൾ നേടിയിട്ടുള്ളൊരു രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഞാൻ വേൾഡ് കപ്പിന് പോവുക, ഇതെനിക്കൊരു ആദരവാണ്, ഇതൊരു ഉത്തരവാദിത്വവുമാണ്. ഈ ഒരു മൊമെൻറ്റ്, ഈ ഒരു സന്തോഷം എനിക്ക് ആസ്വദിക്കണം. ഏതായാലും ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻ്റാണ്. എൻ്റെ കഥയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻ്റാണ് ഈ വേൾഡ് കപ്പും ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനവും. പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പേടിയില്ലെങ്കിൽ നമ്മളൊരു സിംഹത്തെ മുന്നിൽ കണ്ടാൽ അത് പൂച്ചയാണെന്ന് തോന്നിപ്പോകൂലേ. അപ്പോൾ പേടി നല്ലതാണ് ജീവിതത്തിൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് കൊടുക്കുക, കോൺഫിഡൻസ് ഉണ്ടാവുക. ഞാൻ വളരെ ഒപ്റ്റിമിസ്റ്റിക്കാണ്. ഈ ടീം വെൽ പ്രിപ്പയർഡാണ്. ഈ മത്സരത്തിനും അതുപോലെ വേൾഡ് കപ്പിന് ഒന്നാകെയും ടീം വെൽ പ്രിപ്പയർഡാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, ആഞ്ചലോട്ടി വളരെ വൈകിയാണ് ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ജൂണിലാണ്, ഒരു വർഷമാകുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് 12 മത്സരങ്ങളിലാണ് അദ്ദേഹം ടീമിനെ പരിശീലിപ്പിച്ചിറക്കിയിട്ടുള്ളൂ. ഇത് സാധാരണ വേൾഡ് കപ്പിന് പോകുന്ന ബ്രസീൽ ടീമിൻ്റെ കോച്ചുമാരുടെ ഇത്ര കുറച്ച് മത്സരം കൊണ്ട് വരാറില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി, ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ പോസ്റ്റിൽ വെൽ ഫിറ്റാണ്, ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു ഫാൻറ്റാസ്റ്റിക് കൺട്രിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ. ഏതായാലും ആവശ്യത്തിനുള്ള വർക്കും കാര്യങ്ങളൊക്കെ ടീം ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ടീമിന് ലോകത്തെ ഏത് ടീമിനോടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. അതിനുള്ള ടെക്നിക്കൽ ക്വാളിറ്റിയും എക്സ്പീരിയൻസും അതുപോലെ കോൺഫിഡൻസും ഈ ടീമിനുണ്ട്. ഏത് ടീമിനോടും ഞങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നുകൂടി ആഞ്ചലോട്ടി പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.